ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്നവരാ. ഞങ്ങൾ യഹൂദരുടെ രാജാവായി ജനിച്ച ഈശോയെ കാണാൻ വന്നവരാണ്. അതിന്റെ അടയാളമായ നക്ഷത്രം വഴി കാണിച്ചതനുസരിച്ച് ഞങ്ങൾ യാത്ര ചെയ്തു. പക്ഷേ ഞങ്ങൾക്കൊരു പറ്റുപറ്റി. എന്താ പറ്റിയത്? രാജാവായി ജനിച്ചവൻ രാജകൊട്ടാരത്തിലായിരിക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹെരോദേസിന്റെ കൊട്ടാരത്തിൽ ഈശോയെ തിരക്കി ചെന്നു. ഈശോ അവിടെ അല്ലെന്നേ. കൊട്ടാരത്തിലും വീട്ടിലും ഒന്നും ഈശോയ്ക്ക് ഇടയിട്ടില്ല. അത് പിന്നെയല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്. ഹെറോസ് ഞങ്ങളോട് വലിയ സ്നേഹമൊക്കെ കാട്ടി. തിരിച്ചു വരുമ്പോൾ അവിടെ ചെല്ലണമെന്നും പറഞ്ഞു. ഈശോ എവിടെയാണെന്ന് പറയണമെന്ന് ഹെറോദോസിന് ഈശോയെ ആരാധിക്കണമെന്നും പറഞ്ഞു. അത് ചതിയായിരുന്നെന്ന് പിന്നെയല്ലേ ഞങ്ങൾക്ക് മനസ്സിലായത്. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ ഞങ്ങളോട് പറഞ്ഞു, ഹീറോദിസിന്റെ അടുത്തേക്ക് പോകരുത്, അവൻ ചതിയനാ. ഈശോയെ കൊല്ലാൻ വേണ്ടിയാ അവൻ അങ്ങനെ പറഞ്ഞത്. മറ്റൊരു വഴിയെ മടങ്ങി പോകാനും അതാ ഞങ്ങൾ ഇതുവഴി വന്നത്. കണ്ടു. ഉണ്ണീശോയെയും മാതാവിനെയും യോസേപ്പിതാവിനെയും കണ്ടു. പൊന്നും മിറയും കുന്തിരിക്കവും കാഴ്ചയും കൊടുത്തു. എന്ത് ചേലാ കുഞ്ഞിനെ കാണാൻ. നല്ല പ്രകാശം. പുഞ്ചിരിച്ചു കിടക്കുന്നു. ഞങ്ങളെ കൈവീശി കാണിച്ചു. പോരാ തോന്നിയില്ലായിരുന്നു. മാതാവും യോസേപ്പിതാവും ഉണ്ണീശോയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാ, ഹെരോദിസിൽ നിന്ന് രക്ഷപ്പെടാൻ. അതാ ഞങ്ങളും ഇതുവരെ വേഗം പോകുന്നത്. ഉണ്ണീശോയെ ആ ദുഷ്ടൻ കൊല്ലുമോ ചേച്ചി? ഇല്ലെന്നേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആരും ഉപദ്രവിക്കാതെ കാത്തുകൊള്ളണമേ എന്ന്. എന്റെ ഉണ്ണീശോയെ, ഈ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഈശോയുടെ നല്ല കൂട്ടുകാരായി വളരാൻ കൃപ കൊടുക്കണമേ.